ഇന്ന് ഞാനൊരു യാത്രക്കിടയിൽ ഈ കാണുന്ന വീട്ടിലെത്തിപ്പെടുകയും അവിടെയുള്ളവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തൊരു വീഡിയോ ആണത്. എൻ്റെ ഇഷ്ട സ്ഥലമായ ധനുഷ്കോടി യാത്രക്കിടയിൽ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ഒരുപാട് ഓല വീടുകൾ. അങ്ങനെ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ നല്ലപോലെ മലയാളം സംസാരിക്കുന്ന ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ്റെ ഇവിടെ എല്ലാവരും ചെറിയ വീടും കഷ്ടപ്പാടും അല്ല ആളുകൾക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസിനോട് ഇണങ്ങി ഇവിടുത്തെ വീട് കാണണമെങ്കിൽ ഈ അമ്മൻ്റെ ഒപ്പം പോയാൽ മതി എന്ന് പറഞ്ഞു. ആ കടയിൽ വിറക് വെട്ടുന്ന അമ്മയാണ്. കടന്റെ ബാക്കിലാണ് ഇവന്റെ വീട്. ഈ കാണുന്നതാണ് ഇവന്റെ വീട്. ഈ അമ്മയ്ക്ക് വിറക് വെട്ടാണ് പണി. പോരാത്തിന് ഊമിയായി മകളിനെയും വെച്ച് ഈ കാണുന്ന ചെറിയ വീട്ടിലെ താമസിക്കുന്നത്. ഇതൊരു റൂമും അപ്പുറത്ത് വേറൊരു റൂമാണ് ആകെ ഈ വീട്ടിലുള്ളത്. കൂടാതെ ഈ കാണുന്ന ചെറിയൊരു അടുക്കളയോടെ ഈ വീട് കഴിഞ്ഞു. ഇത്രയുള്ള വീട്. മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഈ വീട് മൊത്തം ഒറ്റും. മീൻ പിടിക്കലായിരുന്നു ഈ കുടുംബത്തിന്റെ ആകെ തൊഴിൽ. പക്ഷെ മീൻ വില കേട് വന്നതുകൊണ്ട് ഈ കുടുംബത്തിന്റെ വരുമാന മാർഗ്ഗം മൊത്തം നിലച്ചിട്ടാണ് ഈ അമ്മ വിറക് പണിക്ക് പോകുന്നത്. ശേഷം കുറച്ചു നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലൊരു സ്ഥലത്ത് നിന്ന് യാത്രാ ചെലവിന് ഒഴിച്ചുള്ള ബാക്കി പൈസ എടുത്തപ്പോൾ ഞാൻ അവന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ അമ്മന്റെ അടുത്ത് പോയിട്ട് അവന്റെ വരുമാന മാർഗ്ഗം നിലച്ച മീൻ വില വാങ്ങേണ്ട പൈസയും മറ്റ് സാധനങ്ങൾ വാങ്ങേണ്ട പൈസയും അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ ഒട്ടും വിചാരിക്കേണ്ട പെട്ടെന്ന് അമ്മ കാലിൽ വീഴാൻ വന്നപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെയായി. ഇനി ആ അച്ഛന് പുതിയ വല വാങ്ങിച്ച് മീൻ പിടിക്കാൻ പോകാൻ പറ്റും. ശേഷം ഞാൻ അവിടെ നിന്ന് പോകണ വരെ എൻ്റെ കയ്യിൽ സംസാരിച്ച് ഇനി വരുമ്പോൾ ഞാൻ എനിക്ക് നല്ല മീൻ കറി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തുകൊണ്ടും ഭാഗ്യവാന്മാരാണ്. 3 നേരം ഭക്ഷണം കയറി കിടക്കാൻ നല്ല വീടുമുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ ചെയ്യണ ചെറിയൊരു സഹായം അത് അവർക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും.